ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. അവതരിപ്പിക്കുന്നത് സുനീഷ് വിതുര. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം ജനുവരി 26-ന് രാവിലെ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി എ. ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുക്കും. പോലീസ്, എക്സൈസ്, NCC, SPC, സ്കൌട്ടുകൾ, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, ബാൻഡ് എന്നിവയുൾപ്പെടെ 24 പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുക്കും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം റിപ്പബ്ലിക് ദിന പരേഡിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല കേരളോത്സവം ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ കോട്ടയം MT സെമിനാരി സ്കൂളിൽ നടത്തും. ജില്ലയിലെ വിവിധ ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിൽ വിജയിച്ച മത്സരാർത്ഥികളാണ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കലാമത്സരത്തിൽ 45 ഇനങ്ങളിലും കായിക മത്സരത്തിൽ 65 ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ. കേരളോത്സവത്തിന്റെ നടത്തിപ്പിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിനോ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ചെയർമാൻമാരായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ വായനശീലം പ്രോത്സാഹിപ്പിക്കാൻ നടപ്പിലാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നിർവഹിച്ചു. കളക്ടറേറ്റിൽ സ്ഥാപിച്ച വാൾ ഓഫ് ലെറ്റേഴ്സിൽ അദ്ദേഹം ആദ്യ പുസ്തകം നിക്ഷേപിച്ചു. കളക്ടറേറ്റിലെ കളക്ഷൻ സെന്റർ മുഖേന ഉന്നതികളിലെ സാമൂഹ്യ പഠനമുറികളിലേക്കും വിജ്ഞാനവാടികളിലേക്കും പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്കും പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ്, പട്ടികജാതി വികസന വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന്റെ സ്കൂൾ വിഭാഗത്തിൽ കോട്ടയം ജില്ലാതല മത്സരത്തിന് 40 ടീമുകൾ യോഗ്യത നേടി. ഓരോ ടീമിലും 2 പേർ വീതമാണ് ഉള്ളത്. സ്കൂൾ തല മത്സരത്തിലെ വിജയികളാണ് വിദ്യാഭ്യാസ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തത്. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 5 ലക്ഷം രൂപ സമ്മാനം ലഭിക്കും. 2ഉം 3ഉം സ്ഥാനക്കാർക്ക് യഥാക്രമം 3 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രശസ്തി പത്രവും മെമന്റോയും നൽകും. ഫെബ്രുവരി 3-ാം വാരമാണ് ഗ്രാൻഡ് ഫിനാലെ. ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും കോട്ടയം ജില്ലാ ഭരണകൂടവും സംയുക്തമായി സർക്കാർ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തരി മത്സരത്തിലെ വിജയികൾക്ക് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ സമ്മാനങ്ങൾ നൽകി. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന സംസ്ഥാനത്തെ OBC വിഭാഗങ്ങൾക്കുള്ള എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം മത്സര പരീക്ഷാ പരിശീലന ധനസഹായ പദ്ധതിയുടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കരട് മുൻഗണന ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ചു. അസാപ് കേരളയും തിരുവല്ല മെഡിക്കൽ മിഷൻ അക്കാദമിയും ചേർന്ന് നടത്തുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 40-നും മധ്യേ പ്രായമുള്ള +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജനുവരി 27. ജില്ലാ വൃത്താന്തം സമാപിച്ചു.